നമസ്കാരം. യുവനടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രമുഖ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് ക്യാരവാനുള്ളിൽ അതിക്രമം നടന്നതായാണ് പരാതി. പരാതി ലഭിച്ചതിന് പിന്നാലെ ഡിജിപി അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ രാത്രിയാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംവിധായകൻ പിടിയിലായത്. ഇന്ന് പുലർച്ചെ മരടിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റി. രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് അനിവാര്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രതിക്ക് എതിരാണെന്നും പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. എല്ലാം തെളിയുമെന്ന് മാത്രമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം രഞ്ജിത്ത് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ പ്രധാന വാദം. എന്നാൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കരുത്ത് തനിക്കില്ലെന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സിനിമയ്ക്കകത്തും പുറത്തും തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്നും അവരാണ് ഈ കള്ളപ്പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. യുവനടി എന്തുകൊണ്ട് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന് മുൻപാകെ പരാതി നൽകിയില്ലെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് രഞ്ജിത്തിന്റെ ആവശ്യം. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നതെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിക്രമം നടന്ന ക്യാരവാൻ തിരിച്ചറിയുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. പ്രതിയെ വിട്ടയച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 74, 75, 79 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം തുടങ്ങിയ ജാമ്യമില്ലാ കുറ്റങ്ങളുണ്ട്. നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട രഞ്ജിത്ത് സബ് ജയിലിലാണുള്ളത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. അതിക്രമം നടന്ന സമയത്ത് നടി നേരിട്ട കടുത്ത മാനസിക ആഘാതത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മകേഷും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂരമായ പെരുമാറ്റത്തെ തുടർന്ന് സെറ്റിൽ വെച്ച് നടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയായിരുന്നുവെന്നും ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേർക്കും ഈ വിവരം അറിയാമായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. മാസങ്ങളോളം കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച നടി കഴിഞ്ഞ ആഴ്ചയാണ് നേരിട്ടെത്തി പരാതി നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി സെറ്റിലുണ്ടായിരുന്ന മറ്റ് ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. അറസ്റ്റിന് പിന്നാലെ ചലച്ചിത്ര സംഘടനകളിൽ നിന്നും രഞ്ജിത്തിനെതിരെ ശക്തമായ നടപടികളുണ്ടായി. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, റൈറ്റേഴ്സ് യൂണിയൻ എന്നിവയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വലിയ സ്വാധീനമുള്ള രഞ്ജിത്തിനെ രക്ഷിക്കാൻ അണിയറയിൽ ശ്രമങ്ങൾ നടന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടപെടലുകൾ ഫലം കണ്ടില്ലെന്നാണ് സൂചന. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ മറ്റൊരു തെളിവായി ഈ കേസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്.